إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വിശ്വാസികളെ പ്രപഞ്ചലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ഇഷ്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടെല്ലാം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ച ദിവസം അത് ജീവിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നല്ലത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി നന്മയിൽ മുന്നേറാൻ, നന്മയിൽ മത്സരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതത്തിന്റെ ആരംഭമാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാട് കുഫറിലും അന്ധവിശ്വാസങ്ങളിലും മുഴുകി നക്ഷത്രങ്ങളെയും ബിംബങ്ങളെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിൽ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമാണ് അവിടെ നേരിന്റെ വഴി സഞ്ചരിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ നാടിന് വെളിച്ചം നൽകാൻ അല്ലാഹു നിയോഗിച്ച റസൂലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചെറുപ്പത്തിലെ അല്ലാഹു നേരിന്റെ വഴി കൊടുത്തു. ആ ആയത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ നിന്ന് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന മക്കള് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അവർ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ ചെറുപ്പത്തിലെ നല്ല പാഠങ്ങളും ശീലങ്ങളും സ്വഭാവങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് അവർ വലുതാകുമ്പോൾ നമുക്ക് ഉപകാരമുള്ള മക്കളായി മാറുകയുള്ളൂ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റുഷ്ദ് നൽകി, നന്മയുടെ വഴി കാണിച്ചു കൊടുത്ത് അതിലൂടെ ഇബ്രാഹിം നബി സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, ഏറെ കാലം കാത്തിരുന്ന് കിട്ടിയ സന്താന സൗഭാഗ്യമായ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പത്തിലെ നന്മ പഠിപ്പിച്ചു കൊടുത്ത് ചെറുപ്പത്തിലെ നേരിന്റെ വഴിയിൽ സഞ്ചരിപ്പിച്ചു. ആ ഒരു മാർഗത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക്
അവരുടെ ചരിത്രങ്ങളിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ പിതാവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചൊരു മകനായിട്ടാണ് ഇസ്മായിൽ നബിയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഇസ്മായിൽ നബിയെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ്, യാ ബുനയ്യ. കഴിഞ്ഞ ആഴ്ച നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയെ വിളിച്ച വിളി നമ്മൾ കണ്ടു. യാ അബത്തി യാ അബത്തി യാ അബത്തി 4 തവണ ആവർത്തിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രൂപത്തിലാണ് തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ വാപ്പയെ വിളിക്കുന്നത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്മാരുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല. അത് പ്രവാചകന്മാർക്ക് മാത്രമാണ്, മറ്റുള്ളവർക്കില്ല. പ്രവാചകന്മാരുടെ സ്വപ്നം അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ വഹിയാണ്. അങ്ങനെ ഒരു വഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. തന്റെ മകനെ അറുക്കുവാൻ ഒരുപാട് കാലം പ്രാർത്ഥിച്ച് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ 80 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകുന്നത്. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ സന്താനത്തെ അറുക്കണമെന്ന സ്വപ്നമാണ് കാണുന്നത്. അല്ലാഹുവിന്റെ വഹിയാണല്ലോ, അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. മകന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, യാ ബുനയ്യ, പൊന്നാര മോനെ. എത്ര സ്നേഹത്തിന്റെ വാക്കുകൾ, എത്ര സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. യാ ബുനയ്യ, പൊന്നാര മോനെ. ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക, നിന്നെ ഞാൻ അറുക്കണമെന്ന് ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണിപ്പിച്ചു തന്നിരിക്കുന്നു. ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് നീ പറയണം. എന്താണ് നിന്റെ അഭിപ്രായം? നിനക്ക് എന്താണ് പറയാനുള്ളത്? ആ സമയത്ത് മകന്റെ മറുപടി ഖാല യാ അബതി, പൊന്നാര വാപ്പാ. അല്ലേ, എത്ര ബഹുമാനാണ്, എത്ര സ്നേഹമാണ്. ആദരവോടുകൂടിയുള്ള വിളി, ബഹുമാനത്തോടുകൂടിയുള്ള വിളി. ഈ ബന്ധം ഇന്ന് രക്ഷിതാക്കൾക്കിടയിൽ മക്കൾക്കിടയിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്കിടയിലും മക്കൾക്കിടയിലും അകൽച്ചകൾ സംഭവിച്ചത്. വീട്ടിന്റെ ഉള്ളിൽ മാതാപിതാക്കൾക്കിടയിലും മക്കൾക്കിടയിലും സ്നേഹങ്ങളില്ല, ആദരവുകളില്ല, ബഹുമാനങ്ങളില്ല, കാരുണ്യങ്ങളില്ല. അതാണ് വീടുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് വരണം. യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് വാപ്പ കൊടുത്ത ചോദ്യത്തിന് യാ അബത്തി എന്ന് വിളിച്ചുകൊണ്ട് ആ പൊന്നാര മകൻ കൊടുക്കുന്ന മറുപടി ഇഫ്അൽ മാ തുഅ്മർ, ഇഫ്അൽ മാ തുഅ്മർ. എന്താണോ താങ്കൾ കൽപ്പിക്കപ്പെട്ടത്, അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. എന്താണെങ്കിലും അത് എന്നെ അറുക്കാൻ വേണ്ടിയാണെങ്കിലും വേറെ എന്താണെങ്കിലും താങ്കളോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. സ്വർഗ്ഗം അത് ക്ഷമാശീലർക്കുള്ളതാണ്. പാരത്രിക വിജയം അത് ക്ഷമാശീലർക്കുള്ളതാണ്. അഥവാ പ്രിയമുള്ളവരെ, ഏത് കൽപ്പനകൾ ജീവിതത്തിൽ അല്ലാഹുവിന്റെ നമ്മൾ അനുസരിക്കേണ്ടി വന്നാലും, നമസ്കരിക്കാൻ പറഞ്ഞു, സകാത്ത് കൊടുക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ നോമ്പെടുക്കാൻ പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു, ഉംറ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ഏതേത് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ, വിശ്വാസപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ കർമ്മപരമായിട്ടാണ് എങ്കിലും സ്വഭാവപരമായിട്ടാണ് എങ്കിലും ഏതൊരു കാര്യം അല്ലാഹു നമ്മളെ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വേള അതൊരൽപ്പം വേദനയോടുകൂടി പ്രയാസത്തോടുകൂടി ആയിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക. അവിടെയെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ്
നാളെ പാരത്രിക വിജയം നമ്മളെ കാത്തിരിക്കുന്നത്, സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നാര വാപ്പ, ക്ഷമയോടുകൂടി അല്ലാഹുവിന്റെ കൽപ്പനയെ താങ്കൾ അനുസരിച്ചോ. എന്നെ അറുക്കാൻ വേണ്ടിയാണ് അല്ലാഹു കൽപ്പിച്ചത് എങ്കിൽ അത് താങ്കൾ അനുസരിച്ചോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമിക്കുന്നവരുടെ കൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് കണ്ടുമുട്ടാം. അങ്ങനെ ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മകനെ അറുക്കാൻ വേണ്ടി പോയ സമയം, ഇസ്മായിൽ നബി അറുക്കുവാൻ വേണ്ടി ബാപ്പ തയ്യാറായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു വിളിക്കുകയാണ്. ഇബ്രാഹിം, തീർച്ചയായിട്ടും ഖദ് സദ്ദഖത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നിന്റെ സ്വപ്നം ഇതാ നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നീ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു, നീ അതിന് തയ്യാറായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ രൂപത്തിലാണ് മുഹ്സിനീങ്ങൾക്ക്, അഥവാ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു കാണുന്നില്ല, താൻ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി അല്ലാഹുവിന് വേണ്ടി നന്മ ചെയ്യാം. അതാണ് ഇഹ്സാൻ. ആ രൂപത്തിൽ ഇഹ്സാനോടുകൂടി ജീവിക്കുന്നവനാണ് മുഹ്സിൻ. തീർച്ചയായിട്ടും ഇപ്രകാരമാണ് മുഹ്സിനീങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഒരുപാട് ശക്തമായ പരീക്ഷണങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിധേയമായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിധേയമാക്കിയിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് സമാധാനത്തിനു വേണ്ടി പഠിപ്പിച്ചു തന്നത്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞാൽ നിസാരക്കാരല്ല, അവർ 5 പേരാണ്. 1 മഹാനായ നൂഹ് നബിയാണ്, 2 ഇബ്രാഹിം നബിയാണ്, 3 മൂസാ നബിയാണ്, 4 ഈസാ നബിയാണ്, 5 മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ 5 പേര് നിസാരക്കാരല്ല, ഉലുൽ അസ്മുകളാണ്. നബിമാരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടവർ, മുർസലീങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടവർ. ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളുണ്ടല്ലോ, ഇവർ അനുഭവിച്ച പ്രയാസങ്ങളുണ്ടല്ലോ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും സംഭവിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മ, ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിച്ചോ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് വിധേയമായ കൂട്ടത്തിൽ ഇബ്രാഹിം നബിക്കുള്ള പരീക്ഷണമായിരുന്നു തന്റെ മകൻ അറുക്കണമെന്ന പരീക്ഷണം. അല്ലാഹു പറയുകയാണ്, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് വ്യക്തമായ പരീക്ഷണമായിരുന്നു ഇബ്രാഹിം. ആ പരീക്ഷണത്തിൽ നീ വിജയം കൈവരിച്ചിരിക്കുന്നു. വഫദൈനാഹു ബിദ്ബിഹിൻ അളീം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആടിനെ ഇറക്കി കൊടുത്ത് ആ ആടിനെ ബലി അറക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുകയും നിർദ്ദേശിക്കുകയും അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറാവുകയും ചെയ്തു. അവ ചെറുപ്പത്തിലെ റുഷ്ദ നൽകി, ഹിദായത്തില്ലാത്ത നാട്ടിൽ, വെളിച്ചമില്ലാത്ത നാട്ടിൽ, നന്മയില്ലാത്ത നാട്ടിൽ അല്ലാഹു വെളിച്ചം കൊടുത്ത് ഇബ്രാഹിം നബിയെ വളർത്തിക്കൊണ്ടുവന്ന് ആ ഇബ്രാഹിം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകിയപ്പോൾ ആ മക്കളെ നേരിന്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന താങ്കൾ നിറവേറ്റണമെന്ന് മറുപടി പറയുന്ന മക്കളെ ആ രൂപത്തിൽ വളർത്തിയെടുക്കാൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സാധിച്ചു. അല്ലാഹു നമ്മുടെ മക്കൾക്കെല്ലാം നേരിന്റെ വഴി നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വലാലത്തിൽ ജീവിക്കുന്ന, വഴികേടിൽ ജീവിക്കുന്ന, തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന, ലഹരിയിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന, അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നിഷ്ടങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നാടിനും നാട്ടുകാർക്കുമെല്ലാം ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, കുടുംബത്തിന് മോശമായ പേരുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവത്വം
നമ്മുടെ മക്കൾ അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കിയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുക്കട്ടെ. പ്രാർത്ഥിക്കുക നിരന്തരം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്നെയും എൻ്റെ ഇണയെയും എൻ്റെ മക്കളെയും മുത്തഖീങ്ങൾക്ക് നീ ഇമാമാക്കണേ എന്ന പ്രാർത്ഥന അല്ലാഹു വെറുതെ പഠിപ്പിച്ചതല്ല. ആ പ്രാർത്ഥന ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഒരു കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ചരിത്രം വെച്ചുകൊണ്ട് മില്ലത്ത് ഇബ്രാഹിം പിൻപറ്റിക്കൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചര്യ സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ ചര്യ? ലഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈനി ദബഹുമാ ബിയദിഹി. മുഹമ്മദ് റസൂലുള്ളാഹ് പെരുന്നാളിന്റെ ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിക്കാറുണ്ടായിരുന്നു. ഈ ഇസ്മായിൽ നബിയുടെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു ആടിനെ ഇറക്കി കൊടുത്തല്ലോ. അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സ്വീകരിക്കുകയും രണ്ടാടുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയറുക്കുമായിരുന്നു. വെളുത്തതും കറുത്തതുമായ ആടുകളെ സ്വന്തം കരങ്ങൾ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വഖദ് ദബഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബശൈൻ. രണ്ടാടുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിക്കാറുണ്ടായിരുന്നു. അഹദുഹുമാ അൻ നഫ്സി, ഒന്ന് സ്വന്തം ശരീരത്തിനു വേണ്ടിയും വൽആഖറു അൻ അഹ്ലി ബൈതിഹി, രണ്ടാമത്തേത് തന്റെ കുടുംബത്തിനു വേണ്ടിയെന്നും പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് മറ്റു ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ, ചില സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള കാലത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ചാരത്ത് വെച്ച് തന്നെ ഒരു ആടിനെ അറുത്തുകൊണ്ട് അതിന്റെ വിഹിതം ആളുകൾക്ക് കൊടുത്തുകൊണ്ട് അവർ പിന്നെ ബലികർമ്മം നിർവഹിക്കാറുണ്ടായിരുന്നു. അതിന്റെ വിഹിതം, അതിന്റെ പ്രതിഫലം തനിക്കും തന്റെ കുടുംബത്തിനും കിട്ടുമെന്ന വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന സഹാബിമാരും ഉണ്ടായിരുന്നു. അവരെയൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങളും ഹദീസുകളും പ്രമാണങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബലികർമ്മം എന്നുള്ളത് നിസ്സാരമായ വിഷയമല്ല. ഈ വിഷയം ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനുള്ള കാരണം ചില ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ടാകും, ഇനിയും 2-3 ആഴ്ചകളൊക്കെ ഉണ്ടല്ലോ, എന്തിനാ ഇപ്പൊ ഈ വിഷയം സൂചിപ്പിക്കുന്നത്? അതല്ല, മാനസികമായിട്ട് ഒരുങ്ങുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പൈസയുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, പലരും അവഗണിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചില കർമ്മങ്ങൾ അങ്ങനെയാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുണ്ട്. ഹജ്ജ്, അത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. എന്നാൽ വർഷത്തിൽ ഒരു തവണ ചെയ്യേണ്ട കർമ്മങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പിന്നെ ഈ ഒരു ബലികർമ്മം എന്നുള്ളത്. പല ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ദിവസമാണ്. 2-3 ആഴ്ചകൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമുക്ക് മൃഗങ്ങളെ അന്വേഷിക്കേണ്ടതുണ്ട്. ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, അസുഖങ്ങളില്ലാത്ത മൃഗങ്ങളെ കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ജീവിതത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു ഇബാദത്താണ്, അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന കർമ്മമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നന്മകൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നാം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കർമ്മമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫസല്ലി ലി റബ്ബിക വൻഹർ. നമസ്കാരത്തിന്റെ കൂടെയാണ് ബലികർമ്മത്തെ കുറിച്ചും അല്ലാഹു പറഞ്ഞത്. നമസ്കാരത്തിൽ നമ്മൾ എത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ അതേ രൂപത്തിൽ ഫസല്ലി ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം. വൻഹർ, അതുപോലെ തന്നെ നീ ഉളിഹത്ത് നടത്തണം, ബലികർമ്മം നടത്തണമെന്ന് സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോ മറ്റുള്ള ഏത് കർമ്മങ്ങൾക്കും ഇബാദത്തുകൾക്കും നാം പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ബലികർമ്മം നടത്തുന്നതിന് നാം പ്രാധാന്യം കൊടുക്കണം. സാമ്പത്തികമായിട്ട് കഴിവുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് സുന്നത്താണോ ഫർദാണോ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്, ഫർദാണെന്നവർ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ പിന്നെ ഫർദാണെന്ന് പറഞ്ഞവരുണ്ട്.
സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിനൊക്കെ അവർ അതിൻ്റെതായ പ്രാധാന്യങ്ങൾ കൊടുത്തിരുന്നു. നമ്മളോ ആദ്യം പിന്നെ സുന്നത്താണോ ഫർദാണോ, സുന്നത്തല്ലേ അപ്പൊ വേണ്ട, അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. സുന്നത്തുകൾ അവഗണിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സുന്നത്താണെങ്കിൽ പോലും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഉളുഹിയത്ത് ഇറക്കുക എന്നുള്ളത്. അതുകൊണ്ട് മാനസികമായി ഒരുങ്ങണമേ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. മാത്രമല്ല, ബലികർമ്മം നിർവഹിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വിഷയം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നാം ഇത് ചെയ്യേണ്ടത്. ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു ഉണർത്തിയതെന്താ? ഫസല്ലി, നീ നമസ്കരിക്കണം. ആർക്ക് വേണ്ടിയാ നമസ്കരിക്കേണ്ടത്? ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി. റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് വേറൊരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. അതേ ലക്ഷ്യത്തിൽ തന്നെ വൻഹർ, നീ ബലികർമ്മം നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ചില ആളുകളുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൃപ്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്നവർ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൃപ്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്നവർ. യാതൊരു കാരണവശാലും ആ രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇദാ ഖാമ ശഖസും മാ ബി അമ്മാ ഇദാ ഖാമ ശഖസും മാ ബി അദാഇൽ ഉളുഹിയ്യത്തി ബിഖസദി തഖർറുബി ഇലാ നബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതെങ്കിലും ഒരാള് ഇസ്മായിൽ നബിയുടെ ഇബ്രാഹിം നബിയുടെ തഖർറുബ്, സാമീപ്യം, തൃപ്തി ഇതൊക്കെ കിട്ടുവാൻ വേണ്ടി ഇവരുടെ തൃപ്തി കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഉലൂഹിയത്ത് ചെയ്താൽ, ബലികർമ്മം നിർവഹിച്ചാൽ, ഇത്തരത്തിലുള്ള ബലികർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ഷിർക്കിൽപ്പെട്ടതാണ്. അത് ഷിർക്കാണ്. നമ്മുടെ സങ്കേതം നരകമായിട്ട് മാറുന്ന ഒരു പ്രവർത്തനമാണ്. ഇബ്രാഹിം നബിക്ക് വേണ്ടി, ഇബ്രാഹിം നബിയുടെ സാമീപ്യം കിട്ടാൻ വേണ്ടി, ഇസ്മായിൽ നബിയുടെ സാമീപ്യം കിട്ടാൻ വേണ്ടി, അവരുടെ തൃപ്തി കിട്ടാൻ വേണ്ടി ആരെങ്കിലും ബലികർമ്മം ചെയ്താൽ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചു അത് ഷിർക്കിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന നിസ്കാരം, മറ്റുള്ള കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ, എന്റെ ജീവിതം, എന്റെ മരണം, ആ ജീവിതം മരണമെന്ന പ്രതിഭാസങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ, എ ടു സെഡ് ഞാൻ നിർവഹിക്കുന്നത് മുഴുവൻ അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലെ, നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ബിസ്മില്ല ചൊല്ലി അറക്കും, ബിസ്മില്ല ചൊല്ലി അറക്കും. അവരുടെ നാവുകളിൽ ബിസ്മില്ലയുണ്ട്, പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ബദരീങ്ങൾക്ക് വേണ്ടിയാണ്, ഉഹദീങ്ങൾക്ക് വേണ്ടിയാണ്, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ശൈഖന്മാർക്ക് വേണ്ടിയാണ്, തങ്ങന്മാർക്ക് വേണ്ടിയാണ്, അവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഈ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ, ഈ രൂപത്തിൽ നമ്മൾ ബലികൾ നിർവഹിക്കുമ്പോൾ പച്ചയായ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കും, നമ്മൾ ഇത് ശിർക്കാണെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, പിന്നെ ഞങ്ങൾ ബദരീങ്ങൾക്ക് വേണ്ടിയാണ് അർത്ഥത് എങ്കിലും ഞങ്ങൾ ചൊല്ലിയത് ബിസ്മില്ലയല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാലും അത് കള്ളു തന്നെയാണ്, അത് ഹറാമ് തന്നെയാണ്. അതിന്റെ വിധി ഒരിക്കലും ബിസ്മില്ല ചൊല്ലി എന്നതിന്റെ പേരിൽ നമുക്ക് കള്ളു കുടിക്കുക എന്നുള്ളത് ഹലാലാക്കാൻ പറ്റുകയില്ല. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, ഏതെങ്കിലും ബദരീങ്ങൾക്ക് വേണ്ടിയോ, മറ്റുള്ള ശൈഖന്മാർക്ക് വേണ്ടിയോ, തങ്ങന്മാർക്ക് വേണ്ടിയോ ഒക്കെ നമ്മൾ ബലികർമ്മം നിർവഹിക്കുമ്പോൾ, ബലികർമ്മം നമ്മൾ അവർക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതെല്ലാം പച്ചയായ ശിർക്കാണ്. നാം ബിസ്മില്ല ചൊല്ലി നിർവഹിക്കുകയാണ് എങ്കിൽ പോലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഹുർരിമത്ത് അലൈക്കുമുൽ മൈതത്തു വദ്ദം, ഹുർരിമത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്, ഹുർരിമത്ത് അലൈക്കുമുൽ മൈത, ശവം ചത്തതിനെ നിങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വദ്ദം, ചോര നിങ്ങൾ കുടിക്കാൻ പാടില്ല. വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല. വമാ ഉഹില്ല അല്ലാഹുവിനെ കൂടാതെ വേറെ ആർക്ക് വേണ്ടി, അല്ലാഹുവിനല്ലാതെ വേറെ ആർക്ക് വേണ്ടി നിങ്ങൾ അർത്താലും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ്, മുഹമ്മദ് നബിയുടെ തഖർറുബ് കിട്ടാൻ വേണ്ടിയാണ്, മുഹമ്മദ് നബിയുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ്, ഇസ്മായിൽ നബിയുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ്, ഇബ്രാഹിം നബിയുടെ സാമീപ്യം കിട്ടാൻ വേണ്ടിയാണ് എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ അർത്താൽ
അത് പച്ചയായ ശിർക്കാണ്. തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. നാം അറക്കുന്ന സമയത്ത് എത്രത്തോളം ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചപ്പോൾ, ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്ന തഖ്വയുണ്ടല്ലോ, ആ തഖ്വ നമുക്കുണ്ടോ എന്നാണ് അല്ലാഹു പരിശോധിക്കുന്നത്. ലയനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ മാംസം ആവശ്യമില്ല, അതിന്റെ രക്തം അല്ലാഹുവിന് ആവശ്യമില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, മറിച്ച് അല്ലാഹുവിന് ആവശ്യം നിങ്ങളുടെ തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ 37-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉലൂഹിയത്തിന് വേണ്ടിയുള്ള മനസ്സ് നമ്മൾ വെക്കുക. അറുക്കണം, സാമ്പത്തികമായിട്ട് ചെലവുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് 5000-ഓ 10,000-ഓ അതല്ല 50,000 ഒക്കെ പോകും, നഷ്ടപ്പെടും. അതെല്ലാം പാരത്രിക വിജയത്തിന് വേണ്ടിയാണ് എന്ന ആ ഒരു ബോധത്തോടു കൂടി നിർവഹിക്കാൻ, അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കാൻ, അല്ലാഹുവിന്റെ പ്രതിഫലമല്ലാത്ത വേറൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ ഇല്ലാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ നന്മയിൽ മുന്നേറാൻ, പരലോകത്തേക്ക് വേണ്ടി മത്സരിക്കാൻ, പരലോകത്തേക്ക് വേണ്ടി ജീവിക്കാൻ, ദുനിയാവിന്റെ ലക്ഷ്യങ്ങളെല്ലാം മറന്നുകൊണ്ട്, ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം മറന്നുകൊണ്ട് നാളത്തെ ആഖിറത്തിന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും തയ്യാറാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ നന്മകളെല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا أوصيكم عباد الله ثانيا بتقوى الله. قال الله سبحانه وتعالى أطيعوا الله وأطيعوا الرسول. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിജയത്തിനു വേണ്ടി നമ്മളെ ഉണർത്തി തന്ന പ്രധാനപ്പെട്ട വലിയൊരു വിഷയമാണ് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്. മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ വിജയം എന്നുള്ളത് അല്ലാഹുവിനെ അവർ അനുസരിച്ചു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്തായാലും ഉപേക്ഷിക്കാനുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും പകർത്താനുള്ളത് മുഴുവൻ പകർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോഴാണ് അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത്. അത് എത്രത്തോളമായിരുന്നു അതിന്റെ ആഴമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചരിത്രം നമ്മൾ ഇന്ന് കേട്ടത്. സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായ വാപ്പ, അതിനു വേണ്ടിയാണ് അല്ലാഹു കൽപ്പിച്ചത് എങ്കിൽ അതിന് തയ്യാറായി. ഇനി നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നേരത്തെ വരിക, ആ സ്വന്തം മകനെ ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് തിരിച്ചു വരുന്ന വരവുകളും ചരിത്രങ്ങളും ഒക്കെ നമ്മളെ പഠിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. പ്രിയമുള്ളവരെ, അത്രത്തോളം അല്ലാഹുവിന് കീഴൊതുങ്ങി ജീവിച്ചു എന്നുള്ളതാണ്. അതിലേക്ക് വരാൻ, ആ ഒരു ജീവിതത്തിലേക്ക് വരാൻ, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരാൻ അല്ലാഹുക്ക് ഇഷ്ടമില്ലേ എങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന കാര്യങ്ങളാണോ എങ്കിൽ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാനത് ചെയ്യും എന്നൊരു മനസ്സിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم دمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم،
ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم ارحمنا يا أرحم الراحمين. ربنا تقبل منا من أعمال صالحاتنا يا رب العالمين، ومن صلاتنا وصيامنا وقيامنا وكل من أعمال صالحاتنا يا رب العالمين. تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين، والحمد لله رب العالمين.